ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുമ്പോഴും ഈവനിങ് സ്നാക്കായും ഒക്കെ കഴിക്കാൻ പറ്റിയ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കമീറയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റിയായ ചിക്കൻ കമീറ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ചിക്കൻ കമീർ തയ്യാറാക്കാനും വേണ്ടി ആദ്യം ഒരു ബണ്ണ് തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കുക. മാവെല്ലാം ഞാനിവിടെ നല്ലതുപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിലും ബൗളിലും ഒക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ മാവ് പൊങ്ങി വരാനും സോഫ്റ്റായി വരാനും ഒക്കെ 2 മണിക്കൂർ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. 300 ഗ്രാം ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സമയമുണ്ടെങ്കിൽ ഈ ചിക്കൻ ഒന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തെടുക്കുക. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നല്ലതുപോലെ സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ എല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് വലിയൊരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു. 1/2 കപ്പ് ക്യാപ്സിക്കം കൂടെ ചേർത്തു. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തു. ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവെല്ലാം സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് ചെറിയ ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈ വെച്ചതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ മാവും ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് പൊങ്ങി വരാനും സോഫ്റ്റായി വരാനും വേണ്ടി ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് മാറ്റി വെക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ ടവലും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. 10 മിനിറ്റിന് ശേഷം മാവെല്ലാം സോഫ്റ്റായി ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു മുട്ടയിലേക്ക് 2 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മാവ് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ മാവും ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ ബണ്ണുകളെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ബണ്ണിൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായി വരുള്ളൂ.
ബണ്ണിൻ്റെ ഒരു വശം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബണ്ണിൻ്റെ 2 വശവും ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ ബണ്ണും ഫ്രൈ ചെയ്തെടുക്കുക. ഫില്ലിങ് നിറച്ചെടുക്കാനും വേണ്ടി ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായി കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ, കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയെടുത്ത ചില്ലി ചിക്കൻ ഫില്ലിങ്ങും കൂടിയും വെച്ച് കൊടുത്ത് ഒന്ന് ഫില്ലാക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം ബണ്ണും ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കമീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കമീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇതൊരെണ്ണം മതി കേട്ടോ കഴിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.